ചില ആളുകൾ അവരെ പിന്നാലെ വന്നിട്ട് അവർക്ക് ഭയങ്കര വിഷമുണ്ടാക്കി. അതായത് അവിടുത്തെ പക്ഷെ അത് അന്വേഷിക്കുമ്പോൾ അവിടുത്തെ ലോക്കൽസ് അല്ല, വേറെ ഏതോ കൺട്രിയിലുള്ള ആളുകൾ അവിടെ ഇങ്ങനെ ജോലിക്കൊക്കെ വന്നിട്ട് അങ്ങനെ വന്നവരാണ്. അപ്പൊ കുട്ടികൾ വന്നു വേഗം എന്റെ അടുത്തേക്ക് തന്നെ വന്നു അവര്. അപ്പം എന്റെ അടുത്തേക്ക് തന്നെ വന്നപ്പോഴേക്കും ഞാൻ വേഗം ഫാസിൽ സാർ എന്ന് പറയുന്നത് MBBS ഡോക്ടറും കൂടിയാണ്. അവിടെ ഓഫീസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ്. ഹോസ്റ്റലിൽ കുട്ടികൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കിയാൽ ഈ സാറ് നോക്കും, അറ്റൻഡ് ചെയ്യും. അവിടെ അത്യാവശ്യം മെഡിസിൻ ഉണ്ട്, എല്ലാം കൊടുക്കും. അങ്ങനത്തെ ഒരു സൗകര്യം കൂടി കിർഗിസ്ഥാനിലെ ഹോസ്റ്റലിലുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊന്നും കിട്ടാത്തതാണ്. ഫാസിൽ സാറ് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സാറാണ്. അപ്പൊ ഫാസിൽ സാറിനെ വിളിച്ചെന്ന് വെച്ചാൽ സാറിന് റഷ്യൻ നന്നായിട്ട് അറിയാം. അവിടെയുള്ള ആളുകൾ കമ്പൽസറി റഷ്യനെ ഉപയോഗിക്കുള്ളൂ. അപ്പം നമ്മുടെ കുട്ടികളുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ അത് തന്നെയാണ്, ലാംഗ്വേജ് ബാരിയർ ആണ്. അപ്പം സാറിനെ വിളിച്ചു. സാർ ഉടനെ തന്നെ അപ്പം നമ്മൾ അവിടെ ലോക്കൽ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് ഹോസ്റ്റലിൽ. അപ്പം അവരോട് കോണ്ടാക്ട് ചെയ്ത് അപ്പൊ എന്ത് വന്നാലും അവർ ലോക്കലി ഉണ്ടാവുന്ന ഇഷ്യൂസ് ലീഗലി മറ്റെല്ലാ കാര്യങ്ങളിലും അവർക്കത് ഇടപെടാൻ പറ്റും. നമുക്ക് അവിടെ ഈ നിയമത്തിന്റെ സഹായം തേടാൻ സാധിക്കും. അതിനൊക്കെ ഉണ്ട്, അതിനൊക്കെയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. ഇവർ അപ്പോഴും തന്നെ പിന്നെ ലോക്കൽ സ്റ്റാഫിനെ വിളിച്ചു, സെക്യൂരിറ്റിയെ വിളിച്ചു. അവര് പോയി കൈയോടെ പിടിച്ചു. കാരണം ഫുൾ ക്യാമറയുണ്ട്. അപ്പം അവര് പിന്നെ വേറെ ഏതൊരു കൺട്രിയിലുള്ള ആളുകളായിരുന്നു. ക്യാമ്പസിനുള്ളിലാണ് സംഭവിച്ചത്. ക്യാമ്പസിനുള്ളിലല്ല, പുറത്ത് റോഡിലാണ്. പക്ഷെ റോഡില് നമ്മുടെ അതെ തന്നെ